രാഷ്ട്രീയ ധാർമ്മികതയെ കൊലക്കി കൊടുക്കുന്ന കുതിരക്കച്ചവടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ടൊരു അധ്യായമാണ് അരുണാചൽ മോഡൽ. അവിടെ 60 അംഗ നിയമസഭയിൽ കേവലം 11 MLA-മാരുള്ള BJP സർക്കാരുണ്ടാക്കിയ ചാക്കിട്ടുപിടുത്ത മോഡലാണ്. 42 സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസ് MLA-മാർ, മുഖ്യമന്ത്രി പെമാ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ 33 MLA-മാർ NDA ഘടകകക്ഷിയിലൂടെ BJP-യിൽ വിലയം പ്രാപിച്ച് BJP-ക്ക് അരുണാചലിൽ തെരഞ്ഞെടുപ്പില്ലാതെ ഭരണം നേടിക്കൊടുത്ത നൊട്ടോറിയസ് മോഡലാണ്. പിന്നെയും ഓപ്പറേഷൻ കമല എന്ന് പേരിട്ട ചാക്കിട്ടുപിടുത്ത ഓപ്പറേഷൻസ് രാജ്യം ഒന്നല്ല ഒരുപാട് കണ്ടെങ്കിലും മാരകമായ AP മോഡൽ വേറിട്ട് നിൽക്കും. അരുണാചലിന് സമാനമാണ് തൃശൂർ മറ്റത്തൂർ മോഡൽ എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആകെയുള്ള വ്യത്യാസം കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് വോട്ടുകൾ വാങ്ങി ജയിച്ച ഈ അംഗങ്ങൾ BJP-യിൽ ലയിച്ചിട്ടില്ല എന്നതേയുള്ളൂ. 10 സീറ്റുള്ള LDF-നെ അട്ടിമറിക്കാനാണ് അവിടെ BJP കോൺഗ്രസ് അവിശുദ്ധ കൈകോർക്കൽ. രാജിവെച്ചവരെ പുറത്താക്കിയുള്ള അപഹാസ നടപടിയും ആരും BJP-യിലേക്ക് പോയിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ലഘൂകരണവും മറ്റത്തൂരിന് മറുപടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട CPM-ന് നിയമസഭയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെതിരെ തൊടുക്കാൻ ഉള്ളം കയ്യിൽ കിട്ടിയ വജ്രായുധമാണോ മറ്റത്തൂരെ മര്യാദയില്ലാത്ത രാഷ്ട്രീയം അവിശുദ്ധം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJP-യിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ്. തദ്ദേശ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസ് BJP കൊടുക്കൽ വാങ്ങലുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായതിന്റെ തുടർച്ചയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പരീക്ഷണവുമാണ്. ശ്രീ വി വസീ, ശ്രീ വസന്ത് സിറിൽ, ശ്രീ TP ജയേന്ദ്രൻ, ശ്രീ അതുൽ കൃഷ്ണ, പ്രവീണം കുമാർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വസന്തിലേക്ക് പോകുന്നു. വസന്ത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒറ്റച്ചാട്ടത്തിന് BJP-യിൽ എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചു. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDF-ലുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ BJP അവരെ അങ്ങെടുത്തു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ലാതെ അതിലെ പൊളിറ്റിക്കൽ മാർജിൻ ഉണ്ട്. അത് മാറ്റി നിർത്തിയാലും 1-2 പേര് പോകുന്ന പോലെയല്ല. കൂട്ടത്തോടെ എല്ലാവരും കൈപ്പത്തിയിൽ വോട്ട് വാങ്ങി ജയിച്ച് എല്ലാവരും കൂടി BJP ലക്ഷ്യത്തിന് ഒത്താശ പാടി ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് കേട്ടുകഴിവുള്ളതല്ല. വസന്ത്, അതങ്ങനെയല്ലല്ലോ ഹാഷ്മി. BJP-യിലേക്ക് പോയി ചേർന്നു, ലയിച്ചു എന്ന കണക്കിന് അങ്ങ് പോലും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണ്? ഇന്ന് അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ BJP-യിൽ പോയിട്ടില്ല എന്ന്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണ് BJP-യുമായി ഒരു സഖ്യമുണ്ടായെന്നോ അല്ലെങ്കിൽ അവർ BJP-യിൽ പോയി അങ്ങ് ലയിച്ചു കളഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ അങ്ങ് പോലും പറഞ്ഞു വെക്കുന്നത് എന്നത് എന്ത് ജിജ്ഞാസയാണ് നിങ്ങളെ നയിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, BJP-യിൽ പോയി ലയിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ BJP-യുമായി അവരൊരു താൽക്കാലിക നീക്കുപോക്കുണ്ടാക്കിയെങ്കിൽ BJP-യുടെ ആരാണ് അവിടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി വന്നിരിക്കുന്നത്? മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രകാരം ശ്രീമതി ടെസി ജോസ് ആണ്. ടെസി ജോസ് കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച ആരാണ്. അതിനു മുമ്പ് അവർ 2010 വർഷം മുമ്പ് അവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആളാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് വിമതയായി മത്സരിച്ച ആളാണ്. മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. നിലവിൽ പാർട്ടി നടപടി നേരിടുന്നു. രണ്ടാമതോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളാണ്. ഇവരാരും BJP-യുമായി യാതൊരു തരത്തിലും നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നവരോ BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ല. അപ്പൊ BJP-യുമായി ഒരു സഖ്യമുണ്ടായെങ്കിൽ BJP-ക്ക് എന്താണ് അതിൽ ഒരു കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത്? ഒരു കോൺട്രാക്ട് ഉണ്ടാകുമ്പോൾ എല്ലാ കക്ഷികൾക്കും ഒരു കൺസിഡറേഷൻ, ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ BJP അധികാരത്തിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ BJP-ക്ക് അധികാരത്തിൽ പോസിബിലിറ്റി ഉള്ള, അധികാരത്തിന് പ്രാതിനിധ്യമുള്ള എല്ലാ അവസരങ്ങളും അകറ്റി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ പറയുന്ന നൂർജഹാൻ നവാസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ഭരിക്കുന്നത് BJP പിന്തുണയിലാണ്. പോട്ടെ, ഇനി ടെസ്സ, ഇപ്പോൾ ആ ടെസ്സയും ഈ പറയുന്ന ഔസേഫും അവിടെ നിങ്ങൾ സീറ്റ് കൊടുക്കാതെ വിമതരായി നിന്ന് ജയിച്ചത് അവരുടെ മെടുക്ക്, നിങ്ങളുടെ കഴിവുകേട്. ശ്രീ വസന്ത്, അവിടെ വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്നത് BJP പിന്തുണയിലാണ്. രാജിവെക്ക് എന്ന് പറ, എന്താ പറയാത്തെ? അല്ലല്ല, അത് എന്ത് തരം വാദമാണ് ശ്രീ ഹാഷ്മി? നോക്കൂ, കേരളത്തിൽ എല്ലാ സീറ്റുകളിലും എല്ലാവരെയും പരിഗണിച്ച്, സീറ്റ് മോഹികളായ എല്ലാവരെയും പരിഗണിച്ചൊന്നും ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ വിമതന്മാരുണ്ടായിരുന്നില്ലേ? BJP-ക്ക് ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസിനുണ്ട്, വിമതന്മാരുണ്ട്. CPM വിമതന്മാർ പല സ്ഥലങ്ങളിൽ ജയിച്ചിട്ടില്ലേ?
കോൺഗ്രസിന്റെ വിമതന്മാരും ജയിച്ചിട്ടുണ്ട്. ആ വിമതന്മാർ പിന്നീട് പാർട്ടിയുമായി സഹകരിച്ചാൽ, പാർട്ടിയുടെ പൊതുവിനിയോഗം പരിപാടിയുമായി ചേർന്ന് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ ചിലപ്പോൾ സഹകരിപ്പിച്ചൊന്നു വരും. നോക്കൂ, ഇവിടെ എന്താണ് ഉണ്ടായത്? 2000-ന് ശേഷം ഇങ്ങോട്ട് ആ പഞ്ചായത്തിൽ മറ്റാരും ഭരിച്ചിട്ടില്ല. CPM ആണ് ഭരിക്കുന്നത്. CPM-ന്റെ കുത്തക ഭരണം. അവിടുത്തെ പഞ്ചായത്ത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുടെ കഥ വെളിയിൽ വന്നു. പഞ്ചായത്ത് ബിൽഡിംഗ് പണിയുന്നതിൽ വലിയ അഴിമതി കഥ വെളിയിൽ വരുന്നു. അതിനുശേഷം അവിടെ ഈ പറയുന്ന ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതി കഥ വെളിയിൽ വരുന്നു. അങ്ങനെ 1 ഡസൻ അഴിമതി കഴിഞ്ഞ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ തവണ അത് ഒരു അന്വേഷണത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ CPM-ന് തടി തപ്പണമെങ്കിൽ ഏത് വിധേനയും അവിടെ അധികാരം പിടിച്ചാൽ മതിയാവുകയുള്ളൂ എന്ന് CPM-ന്റെ പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഒരു വിമതനെ, ഔസേപ്പ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തിയായ ഒരു വിമതനെ അവർ കൂടെ കൂട്ടി. അതിന് 15 ലക്ഷം കൊടുത്തു, 20 ലക്ഷം കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ അന്വേഷണ വിധേയമാവട്ടെ. എന്തൊക്കെയോ പ്രത്യാശകൾ. ഔസേപ്പ് നിങ്ങളുടെ കൂടെയുള്ള ആളാണോ? അല്ലേ, താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഔസേപ്പ് നേരത്തെ BJP ഒരു ബന്ധമില്ലാത്ത ആളാണ്, ടസയ്ക്ക് നേരത്തെ BJP ഒരു ബന്ധമില്ലാത്ത ആളാണ്. ഏതെങ്കിലും ഒന്ന് പറ, ഔസേപ്പ് നിങ്ങളുടെ കൂടെ ഉള്ള ആളാണോ, നിങ്ങളുടെ കൂടെ ഉള്ള അല്ലേ? അല്ലല്ലോ, ഔസേപ്പ് കോൺഗ്രസ് വിമതനായിരുന്നു. ഔസേപ്പ് കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന ആളാണ്. ആ വിജയത്തിന് ശേഷം അവിടെ 10-10 2 വിമതന്മാരുടെ പിന്തുണയോടുകൂടി 8 കോൺഗ്രസ് അംഗങ്ങളും 2 വിമതന്മാരും, അങ്ങനെ 10. CPM-ന് അല്ലെങ്കിൽ LDF-ന് 10, 4 BJP അംഗങ്ങൾ. ഇതായിരുന്നു അവിടുത്തെ നില. അപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ UDF കമ്മിറ്റി തീരുമാനിക്കുന്നു, നമ്മൾ ഈ തവണ ഈ 2 വിമതന്മാരെ കൂടെ ചേർക്കുന്നു, അവരുടെ കൂടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മത്സരിക്കാൻ പോകുന്നു. അപ്പൊ എന്തുണ്ടാവും? 10-10 ആണ്. അപ്പോൾ ടോസ് ഉണ്ടാവും. ടോസ് ഉണ്ടായി എന്താണ് തീരുമാനത്തിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, അവിടെ CPM-നെ സഹായിക്കുന്ന ചില മുതലാളിമാർ, അവർ ഔസേപ്പിന്റെ വീട്ടിൽ പോയി ഔസേപ്പിനെ കാണുന്നു. ഏത് വിധേനയും 25 വർഷമായി ഭരിക്കുന്ന ഭരണം നിലനിർത്തി പോരണമെന്നും ശരി, അവിടുത്തെ അവിടെ നടന്ന വ്യവഹാരത്തെ ന്യായീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വസന്ത് കുമ്പള്ളി ഇവിടെ അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പോട്ടെ, ഇനി ടസ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചതല്ല, കോൺഗ്രസ് റിബലായി മത്സരിച്ച് ജയിച്ച ആളാണ്. അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഭരിക്കുന്നത് BJP പിന്തുണയിലാണ്. ആ വിമതരെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. DCC നേതൃത്വം വേണ്ട പോലെ പറഞ്ഞാൽ രാജിവെക്കാൻ അവർ തയ്യാറാണ്. കോൺഗ്രസ് ആർജവത്തോടെ പറയോ അത് രാജിവെച്ച് ഇറങ്ങ് എന്ന് പറയുമോ വസന്ത്? എന്താ സംശയം? അതിന് പ്രത്യേകിച്ച് അവരുടെ ചെവി പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. SDPയുടെ പിന്തുണ കൂട്ടിയ എത്രയെടുത്താണ് കോൺഗ്രസ് രാജിവെച്ചത്? ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ ശ്രീ VD സതീശൻ വളരെ കൃത്യമായി നിങ്ങൾ മാധ്യമങ്ങളോടും KPCC സർക്കുലറിൽ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആവശ്യപ്പെടാതെ CPM-ഓ BJP-യോ പിന്തുണച്ച് ആ പിന്തുണയുടെ പുറത്ത് നമ്മൾ അധികാരത്തിൽ വന്നാൽ അതാത് സ്ഥലങ്ങളിൽ രാജിവെക്കണമെന്ന് KPCC-യുടെ സർക്കുലർ ഉണ്ടെന്നേ VD സതീശൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി അങ്ങ് ചർച്ച ചെയ്യണം കേട്ടോ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് അങ്ങ് വായിച്ചല്ലോ, ഞാനും വായിക്കുകയായിരുന്നു. അതിനുശേഷം താഴോട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത് സംഘ് പരിവാറിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എഴുതിയിട്ടില്ല. എഴുതാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് 1.5 പാരഗ്രാഫ് ഞങ്ങൾക്കെതിരെ എഴുതുന്നത്. ഞാൻ വസീഫിലേക്ക് വരും. ശരി, ഞാൻ വസീഫിലേക്ക് വരാം. അതിന് ശ്രീ പ്രവീൺ കുമാർ അത് അണ്ടർസ്റ്റുഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BJP പിന്തുണയിൽ എവിടെങ്കിലും ഏതെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായാൽ അത് രാജിവെക്കാൻ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല. രാജിവെക്കണം. നിങ്ങൾ രാജിവെക്കാതിരിക്കുകയും ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുകയും ചെയ്ത അർത്ഥമുണ്ടോ പ്രവീൺ കുമാർ? പ്രവീൺ, താങ്കളുടെ ഓഡിയോ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യോ? താങ്കൾ ഓഡിയോ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യോ? നമസ്കാരം, ഞാൻ പ്രവീൺ, ഇവിടത്തെ മറ്റത്തൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ പറയുന്ന 2 വാർഡുകളും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ പെടുന്നതാണ്. ഔസേപ്പും അതുപോലെ തന്നെ ടെസിയുമായി ബന്ധപ്പെട്ട ഇത് കൃത്യമായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റിദ്ധാരണ ഉള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുന്നത് വിമത കോൺഗ്രസ്സുകാർ ഇവര് BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഒരു പ്രവർത്തകൻ പോലും അല്ലെങ്കിൽ ഒരു പ്രവർത്തക പോലും BJP-യിൽ ചേർന്നിട്ടില്ല. അത് പഞ്ചായത്ത് BJP-യിൽ അംഗത്വം എടുക്കുന്നതും ആശയപരമായി ചേരുന്നതൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് രാഷ്ട്രീയ നൈതികതയിൽ. പ്രവീൺ കുമാർ, ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നൂർജഹാൻ നവാസ് ഭരിക്കുന്നത് BJP-യുടെ പിന്തുണ അല്ലേ?
BJP-യുടെ പിന്തുണയിലാണ്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറയുന്നു. ഇവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയ, ഓൾറെഡി തീരുമാനിക്കപ്പെട്ട, ഓൾറെഡി ഡിഫൈൻഡ് ആയ ഒരു കാര്യമുണ്ട്. BJP-യുടെ SDPയുടെ ഒന്നും പിന്തുണയിൽ ഭരിച്ചുകൂടാ, രാജിവെക്കുവോ? മറ്റത്തൂർ പഞ്ചായത്തിലെ മറ്റെല്ലായിടത്തെയും സ്കെയിൽ വെച്ച് മറ്റത്തൂര് അളക്കാൻ കഴിയില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ CPM-ന് വലിയ മേൽക്കോയ്മയുള്ള ഒരു പഞ്ചായത്താണ്. അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ ജനതയാണ് കഴിഞ്ഞ തവണ 5 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF-ന് 10 സീറ്റ് നൽകി. അതായത് ഈ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി ചിഹ്നം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ടും വാങ്ങിച്ച നിങ്ങൾക്ക് കാതലായ ഇവിടുത്തെ പ്രശ്നം റിബലാണ് അല്ലേ? റിബൽ സ്ഥാനാർത്ഥിയാണ്. അവിടെ കോൺഗ്രസിന് മറ്റൊരു കൈപ്പത്തിയ സ്ഥാനാർത്ഥിയുണ്ട്. ഔസേപ്പ് മാത്രമല്ല, ഔസേപ്പ് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രതിപക്ഷ നേതാവാണ്. തൊട്ട് മുമ്പ് ഞാൻ മണ്ഡല പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് മണ്ഡല പ്രസിഡന്റ് ആയിരുന്നു. ഇത്തവണത്തെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ഔസേപ്പ് ഒരു നിമിഷം ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലായാലും അവര് മറികണ്ടം ചാടി. ശ്രീ പ്രവീൺകുമാർ, ഇവിടെ ഔസേപ്പ് മത്സരിച്ചത് റിബലായിട്ടാണ്. ഔസേപ്പ് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല. അവിടെ കോൺഗ്രസിന് വേറൊരു സ്ഥാനാർത്ഥിയുണ്ട്, കൈപ്പത്തിച്ച സ്ഥാനാർത്ഥിയുണ്ട്. അതേ സ്വതന്ത്രനായി ജയിച്ചു വന്ന ആളെ എങ്ങനെ മറുകണ്ഠം ചാടിയെന്നാണ് പറയുന്നത്? അല്ല എങ്കിൽ പോലും UDF-ന്റെ ഔദ്യോഗിക പാനലിൽ നോട്ടീസ് അടിച്ചിട്ട് അവിടുത്തെ ഈ പറയുന്ന 11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥി, ഇവിടുത്തെ വാർഡ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച സ്ഥാനാർത്ഥി ഔസേപ്പാണ്, KR ഔസേപ്പാണ്. എങ്ങനെയാണ് KR ഔസേപ്പ്? അത് നിങ്ങളുടെ പാർട്ടിയുടെ ഹെഡേക്ക്. അവിടെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി ഒരാൾ ഉണ്ടായിരുന്നു, ഏതാ കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലേ? അയാളെ തോപ്പിച്ചാണ് ഔസേപ്പ് ജയിച്ചു വരുന്നത്. അതായത് ഔസേപ്പ് തോപ്പിക്കുന്ന ആരൊക്കെയാണ്? കോൺഗ്രസിനെയും CPM-നെയും BJP-യും തോപ്പിച്ചാണ് ഔസേപ്പ് ജയിക്കുന്നത്. ഔസേപ്പ് സ്വതന്ത്രനാണ്. ഔസേപ്പിന് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അത് ഔസേപ്പ് മറുപടി ചാട്ടാവുന്ന എങ്ങനെയാ? UDF-ന്റെ പാനലിൽ മത്സരിച്ച UDF-ന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നോട്ടീസിൽ പേര് വെച്ച് UDF-ന്റെ ഞാൻ ഉൾപ്പെടുന്ന ഡിവിഷനിൽ UDF-ന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ പ്രവർത്തകർ വാർഡ് കമ്മിറ്റി തീരുമാനിച്ചത്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി, കോർ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചത് ഈ പറയുന്ന ഔസേപ്പിന്റെ പേരാണ്. ഔസേപ്പിന് അവിടെ കോൺഗ്രസിന് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ പ്രവീൺകുമാർ? അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അതായത് പല അതല്ലേ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി? ഈ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള പോലെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നം എവിടെയാണെന്നറിയോ? അല്ല ഒരു കാര്യം ആടിയതോട്ടെ, ഈ ഇലക്ഷന് ശേഷം ഔസേപ്പുമായി അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആശയവിനിമയം നടത്തിയിരുന്നു. ഔസേപ്പുമായി അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആശയവിനിമയം നടത്തിയിരുന്നു. ഷാഫി കല്ലുപറമ്പിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. തീരുമാനിച്ചു. അപ്പൊ പിന്നെ അയാൾ പിന്നെ മാറുമ്പോ സീറ്റ് കൊടുക്കാതെ അയാൾ വിമതരായി മത്സരിക്കുക, അയാൾ ജയിച്ചു കഴിയുമ്പോഴേക്കും അധികാരം പിടിക്കാൻ അയാൾ തിരിച്ചു പറയാം. അതൊക്കെ അത് പിന്നെ നാണക്കേടല്ലേ? എന്തോ അവസ്ഥ പറയുന്നത്. തീർച്ചയായും ഹാഷ്മി അങ്ങനെയല്ല. പാർലമെന്റ് പാർട്ടി യോഗം ചേർന്ന് ഔസേപ്പിനെ ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടും അതേപോലെ തന്നെ പാർലമെന്റ് പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. എന്തോ ആയിക്കോട്ടെ, ഏറ്റവും ഒറ്റകക്ഷി ആരാ അവിടെ? ഏറ്റവും ഒറ്റകക്ഷി കിട്ടിയ സീറ്റ് എത്ര? 8ഉം 2 സ്വതന്ത്ര. കോൺഗ്രസിന് 8 ഉള്ളൂ, CPM-ന് 10 ഉണ്ട്. ആ ജനത നിങ്ങൾ അട്ടിമറിക്കാൻ നോക്കിയതാണ്. അതിന് ഇനി എന്ത് വിദണ്ഡനായം പറഞ്ഞാൽ ന്യായമാവോ? UDF സംവിധാനത്തിൽ 10 ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒറ്റുകാരനെ പോലെ മറുകണ്ഠം ചാടിയിലുള്ള ബാക്കിയുള്ള 9 പേരുടെ പ്രതിഷേധമാണ് കാശ്മീർ അവിടെ ഉണ്ടായത്. ഒരാൾ പോലും നിങ്ങൾ തെറ്റായ വാർത്ത പോലെ ശരി വസീഫ്, ഇവിടെ ജയിച്ച് പ്രസിഡന്റായ കക്ഷി CPM-നും കോൺഗ്രസിനും BJP-ക്കും എതിരെ മത്സരിച്ച് ജയിച്ച സ്വതന്ത്രയാണ് അല്ലേ? അല്ലാതെ ആ പഞ്ചായത്തിൽ ഒരു BJP-കാരൻ പ്രസിഡന്റായിട്ടില്ല. ഇപ്പൊ ആശയപരമായി അരുണാചൽ മോഡൽ ആരോപിക്കാവുന്നതാണെങ്കിലും സാങ്കേതികമായി അത്ര കടുപ്പിച്ചങ്ങനെ പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് അവിടുത്തെ ഈ പറഞ്ഞ മറ്റത്തൂരെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ. വസീഫ്, തീർച്ചയായും ചോദ്യം വസീഫിനാണ്. വസീഫ്, ഇത് കേരളമാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്നില്ല,
അംഗീകരിക്കുന്നില്ല. ബഹുഭൂരിഭാഗം മലയാളികളും അല്ലെങ്കിൽ കേരളവും നിലനിൽക്കുന്നത് ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തിലാണ്. നമ്മളാരും ഈ സംഘപരിവാരുമായി കൂട്ടുകൂടുന്നതിനോട് ഒരു താല്പര്യവും കാണിക്കാത്ത ആളുകളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നാട്ടിലാണ് എങ്ങനെയെങ്കിലും ഒരു അവസരമുണ്ടായാൽ സംഘപരിവാരത്തെ പടിക്ക് പുറത്തു നിർത്തണം എന്നാലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ ഒന്നിച്ച്, ഒന്നും രണ്ടും ആളുകളല്ല, 8 പേര് ഒന്നിച്ച് പറയാ അവർ കൊടുത്ത കത്ത് നിങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ വന്ന് ഇതൊരു വലിയ ചർച്ചയായതിന് ശേഷം ഇവർ വലിയ രീതിയിൽ ഇടപെട്ടു, സാമ്പത്തികവും മറ്റും. കാരണം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുക. ആ സമയത്താണ് ഇവർ ഇത് വലിയ രീതിയിൽ അവർ പിന്നീട് ആലോചിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുട്ടിരാമന്മാരായി അല്ലെങ്കിൽ കുട്ടിക്കുരങ്ങന്മാരായി കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർ മാറില്ലേ? ഒരു തർക്കവും വേണ്ട, മാറും. അതാണ് നമ്മൾ മുമ്പിൽ കണ്ടത്. ഇപ്പോൾ പോലും ഈ സമയത്ത് പോലും CPM-നെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്ന കുടചിഹ്നത്തിൽ, ഞാൻ മനസ്സിലാക്കിയത് കുടചിഹ്നത്തിൽ മത്സരിച്ച് വന്ന ഔസേപ്പിനെ പ്രസിഡന്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് BJP-യുടെ പിന്തുണയും വാങ്ങി ഞങ്ങൾ മറ്റൊരാളെ പ്രസിഡന്റ് ആക്കി. നല്ല ന്യായീകരണം, നല്ല ന്യായീകരണം. അതിന് മലയാളത്തിൽ മറ്റെന്താ പറയാ? ഈ അരുണാചലായാലും ഈ ഗോവയായാലും ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന BJP-യിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെയല്ലേ ഇവിടെ കണ്ടത്? ഇതൊരു ട്രയൽ റണ്ണാണ്, ഇതൊരു ട്രയൽ റണ്ണാണ്. നേരത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടും, ഞങ്ങൾ ഭരിക്കും എന്നുള്ളത്. അത് എന്തിലേക്കുള്ള സൂചനയാണോ? അത് ഈ കേരളത്തിലെ കോൺഗ്രസിനെ വാങ്ങാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. ആ സൂചനയുടെ ഉദാഹരണമാണ് ഇപ്പോൾ അവസാനം വന്ന ഈ മറ്റത്തൂരിലെ റിസൾട്ട്. ഇതൊരു മറ്റത്തൂര് മാത്രമാണോ? കേരളത്തിൽ പല ഇടങ്ങളിലും ഇപ്പോൾ തന്നെ നടന്നില്ലേ? എവിടെയൊക്കെ നടന്നു? കാസർഗോഡ് പെരിയയിലുണ്ടായ സംഭവം എന്താ? അവിടെ പഞ്ചായത്തിലേക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യും വരുന്നില്ല, കോൺഗ്രസിന്റെ പ്രതിനിധികളും വരുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ, BJP-യുമായി സഹകരിക്കുന്നവരെ പാർട്ടിക്ക് പുറത്താക്കും എന്ന് പറയേണ്ട ഗതികളിലേക്ക് എത്തുക. വേറെ എവിടെ? തൃശ്ശൂരിൽ മറ്റത്തൂരുണ്ട്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ എന്താ സ്ഥിതി? ഇവർ രാജിവെച്ചു എന്ന് പറയുന്നു, SDPയുടെ പിന്തുണ വാങ്ങുന്നു, അതിന് മടി കാണിക്കുന്നില്ല. ഇതൊക്കെ ഒരു സാങ്കേതികത്വം മാത്രമാണോ? പിന്നെ എറണാകുളത്തോ പുതുശ്ശേരിയിൽ 2020-യുമായിട്ട് ചേരുന്നു. കോട്ടയത്തെ കുമരകത്തോ UDF-ഉം അതുപോലെ തന്നെ BJP-യും അല്ലേ കുമരകത്ത്? അങ്ങനെ എത്ര സ്ഥലത്തുണ്ട്? പത്തനംതിട്ടയിലില്ലേ? അങ്ങനെ കേരളത്തിൽ ഉടനീളം പറ്റാവുന്നിടത്തെല്ലാം BJP-യെ അല്ല വസീഫ്, ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോ വസന്തിന്റെ വാദം അതാണെന്ന് തോന്നുന്നു. ഈ ആശയപരമായ അരുണാചലിൽ സംഭവിച്ചത് പെമാ കണ്ടു, MLA-മാരെ കൂട്ടത്തോടെ ഒരു പാർട്ടിയിൽ കൂടെ പോയി BJP-യിലേക്ക് പോയി ചേർന്നു. BJP അംഗത്വം എടുത്ത് പൂർണ്ണ BJP-ക്കാരെ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ഇവിടെ ഈ പ്രവീൺ കുമാർ അടക്കമുള്ളവർ പറഞ്ഞു ഞങ്ങൾ ഭരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരായിരിക്കും, BJP-യിലേക്ക് പോവില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന അതുൽ കൃഷ്ണ എന്ന് പറയുന്ന BJP ടിക്കറ്റിൽ ജയിച്ചു വന്ന ആളെ പ്രസിഡന്റ് ആക്കിയില്ല. അവിടെ ഒരു സ്വതന്ത്ര പ്രസിഡന്റ് ആക്കാൻ BJP-യുടെ പിന്തുണ അത് അധാർമ്മികമാണ്, അത് പറയാം. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ ഗ്രാവിറ്റി ആ പ്രശ്നത്തിനുണ്ടോ വസീഫ്? തീർച്ചയായിട്ടും ഇല്ലേ. ഇന്നലെ നടന്ന അവരുടെ സ്റ്റേറ്റ്മെന്റും അവരുടെ ഈ കത്തും എല്ലാം നിങ്ങൾ വായിച്ചില്ലേ? എന്താ അവർ പറയുന്നത്? ഞങ്ങൾ DCC നേതൃത്വത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾ രാജിവെക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് 8 പേരും രാജിവെച്ച് BJP-യുമായി ചർച്ച നടത്തി ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ച് ഈ ജനങ്ങളെ കബളിപ്പിക്കുക. ഇതിനി ആരെ ബോധിപ്പിക്കാനാ? ഇതിൽ നമ്മൾ ഇനി മറ്റൊരർത്ഥം തേടി പോകേണ്ടതുണ്ടോ? ഈ VD സതീശന്റെയും ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെയും ന്യായീകരണങ്ങൾ അപ്പാടെ വിടുങ്ങാൻ നമ്മൾ ആരാ? ഇവർ കരുതുന്നത് പോലെയുള്ള വിഡ്ഢികളാണോ? അല്ലല്ലോ. ഇതൊരു ട്രയൽ റണ്ണാണ്. ഇത് കേരളത്തിൽ ഉടനീളം നടക്കും. ഈ കോൺഗ്രസിന് അവരുടെ പ്രവർത്തകരിലോ അവരുടെ ഈ നേതൃത്വത്തിലോ ഒന്നും ഒരു പിടുത്തവും ഇല്ലെന്നേ. അധികാരം മാത്രമേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടി പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയോ ഒന്നുമില്ല. വേറെ ഒറ്റ കാര്യം കൂടി ആശ്മി പറയൂ. അതുൽ കൃഷ്ണ, ഇവിടെ താങ്കളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഓപ്പറേറ്റർ എന്നാണ് കേൾക്കുന്നത്. കട്ടക്കമ്പനി പഞ്ചായത്ത് പൂട്ടിച്ചതിലുള്ള സങ്കടം, രോഷം, ആ പഞ്ചായത്തെ പിടിച്ചെടുക്കുന്നതിലേക്ക് എത്തിച്ച ഓപ്പറേഷൻ
എങ്ങനെയായിരുന്നു പറയാവോ ഈ രാത്രി അതുൽ? ഞാനൊരു സംരംഭകനായിരുന്നു. ആ ഹലോ. കേൾക്കാം, പറയോ. ഞാനൊരു സംരംഭകനായിരുന്നു. ഇവിടെ കേരളത്തിൽ ഒരുപാട് സംരംഭകർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഒക്കെ നേരിട്ടുണ്ട്. അതിലൊരു ഏരിയയാണ് ഞാൻ. അങ്ങനെ എനിക്ക് നേരിട്ടൊരു പ്രതിസന്ധിയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവരുടെ എന്താ പറയുക, ഇവരുടെ പോരായ്മകൾ, ഇവരുടെ അഴിമതി കഥകളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 1-2 വീഡിയോകൾ ചെയ്തു. പിന്നെ അതിന് മറുപടി ആയിട്ടാണ് നമ്മൾ പല വീഡിയോകളും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു വ്ളോഗിങ്ങിലേക്കൊക്കെ കടന്നത്. അതിന് എന്താ പറയുക, നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ തന്നെ വളരെ സ്വീകാര്യതയായിരുന്നു. അങ്ങനെ മറ്റത്തൂർ പഞ്ചായത്തിൽ തന്നെ എല്ലാ ജനങ്ങളും ഓരോരോ കണ്ടൻറ്റുകൾ നമുക്ക് തന്നു. അത് വെച്ചാണ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തേക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയിൽ വരെ അഴിമതി നടത്തിയൊരു പഞ്ചായത്താണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. മറ്റത്തൂർ മട്ട എന്ന പേരിൽ വലിയൊരു അഴിമതി നടത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ്, ഞാൻ ഏകദേശം ഒരു 60-70ഓളം വീഡിയോസ് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ അഴിമതികൾ, അത് വിത്ത് എവിഡൻസ്, വിവരാവകാശ രേഖകൾ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ എല്ലാം അടക്കം നമ്മൾ പൊതുസമക്ഷം വെച്ചതാണ്. നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഭരണവിരുദ്ധ തരംഗം തന്നെയായിരുന്നു. കാരണം 25 വർഷമായിട്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ CPM ഭരണമായിരുന്നു. അത് 23 സീറ്റുള്ളപ്പോൾ 20 സീറ്റായിരുന്നു. പിന്നെ അടുത്തൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 15 സീറ്റായി. പിന്നെ 13 സീറ്റായി. ഈ തവണ 10 സീറ്റിലേക്ക് അത് ചുരുങ്ങി. അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ, എന്നാലും BJP-ക്ക് 4 ഉള്ളൂ, കോൺഗ്രസിന് 8 ഉള്ളൂ. ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM തന്നെയാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് അനുകൂലമാണ് മാൻഡേറ്റ് എന്നാണല്ലോ വെപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഭരണവിരുദ്ധ വികാരമാവുക? 12ഓളം സീറ്റുകളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. ഇനി 25 വർഷം ഭരിച്ച CPM അവരുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആരായിരുന്നു? കഴിഞ്ഞ 5 വർഷം അവരുടെ അഴിമതിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഔസേപ്പായിരുന്നു അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഒരു വിയോജനക്കുറിപ്പ് പോലും ഇത്തരം അഴിമതികൾ ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനായി ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഒരു വിയോജനക്കുറിപ്പ് പോലും എഴുതാത്തൊരു വ്യക്തിയാണ് ഈ ഔസേപ്പ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ച് ഇനിയൊരു 5 വർഷം ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് ഇവിടെ CPM ഇതാക്കിയത്. LDF കൂട്ടുപിടിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഈ നീക്കങ്ങൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ അവിടെ നമുക്ക് നമ്മുടെ എന്താ പറയുക, സത്യപ്രതിജ്ഞയുടെ സമയത്തൊക്കെ നമുക്ക് മനസ്സിലായത് ഔസേപ്പ് UDF പാളയത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അവരുടെ കൂടെയാണ് ഇരുന്നതും കാര്യങ്ങളെല്ലാം അതായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ നാട്ടിൽ മൊത്തം ഒരു ചർച്ച വരികയാണ്. കാരണം ഇവിടെ ഔസേപ്പിനെ CPM പർച്ചേസ് ചെയ്തു എന്നൊരു ചർച്ചകൾ മൊത്തത്തിൽ നാട്ടിലുണ്ടായിരുന്നു. അതിന് വലിയ വലിയ പൈസയുടെ ഒരു കണക്കുകൾ, ഏകദേശം ഞാൻ കേട്ടേക്കണത് 15 ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഔസേപ്പിനെ പർച്ചേസ് ചെയ്തതെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും, കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു ഔസേപ്പിനെ ഭരണ പാളയത്തിലേക്ക്, അത് 5 വർഷം പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, ഈ 25 വർഷത്തെ അഴിമതി നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ ഓരോ അഴിമതി കഥകളും പുറത്തു കൊണ്ടുവരുന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ഔസേപ്പിനെ കൂട്ടുപിടിച്ച് ഈ എന്താ പറയുക ഇവർ ഭരിക്കാൻ നോക്കിയത്. അല്ലെങ്കിൽ CPM-ന് അത്രയും വലിയൊരു ധാർമ്മികത ഉണ്ടെങ്കിൽ ഇവരുള്ള 10 പേര് വെച്ച് ഇവർക്കൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ 25 വർഷം ഭരിച്ചവർക്ക് LDF മുന്നിൽ നിർത്തുമെന്ന് കണ്ട നീക്കങ്ങൾ തുടങ്ങിയിട്ട് 3-4 ദിവസമായോ? നമ്മുടെ നാട്ടിലെ ചർച്ചകൾ വരുന്നത് ഔസേപ്പിന് ഇവർ പർച്ചേസ് ചെയ്തു, അതായത് പല ബ്രാഞ്ച് സെക്രട്ടറികൾ വരെ ഇങ്ങനെ എത്ര അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ന്യൂസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ജില്ലാ നേതൃത്വത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മേഖലാ നേതൃത്വം, അല്ലെങ്കിൽ മണ്ഡലം നേതൃത്വം ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു അത്? ഞങ്ങൾക്ക് മണ്ഡലത്തിൽ നിന്ന് ഈ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, അതായത് ഔസേപ്പ് ഒരു പക്ഷേ CPM-ൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള മൊത്തത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി നിർണയം തൊട്ട്, അതായത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നായിട്ട് ഞങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റ് അരുൺ ചേട്ടനാണ് നമുക്ക് ഈ സ്വതന്ത്രമായുള്ള ടെസി ജോസിന് വോട്ട് ചെയ്യാന്നുള്ള നീക്കം പറഞ്ഞത്. വൈസ് പ്രസിഡന്റായ
കോൺഗ്രസ്സുകാരിയായ നൂർജഹാൻ വോട്ട് കൊടുക്കാനുള്ള തീരുമാനവും പിന്നെ BJP പോലൊരു കേഡർ പാർട്ടി അങ്ങനെ അതിൽ മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ 4 പേര് വിചാരിച്ചാലോ നടക്കില്ലല്ലോ. അത് മണ്ഡലം ജില്ലാ നേതൃത്വം അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു അത്, അല്ലേ അതുൽ? പറ്റില്ല. കാരണം നമുക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ന്യൂസ് ചാനലുകളിലെല്ലാം കോൺഗ്രസിൽ നിന്ന് ഇവരൊക്കെ രാജിവെച്ചു എന്നുള്ള 24 അടക്കമുള്ള എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. അതനുസരിച്ച് നമ്മൾ അതും നമ്മുടെ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്തത്. പ്രവീൺ കുമാർ, അപ്പോൾ ഈ ഔസേപ്പിനെ LDF പ്രസിഡന്റ് മുഖമാക്കുന്നു, പെട്ടെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു, പെട്ടെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നതൊക്കെ ആരെ പറ്റിക്കാനാണ്? അഖിൽ പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ BJP മണ്ഡലം നേതൃത്വം ജില്ലാ നേതൃത്വം ഒക്കെ ഇടപെട്ട നേരത്തെ ചർച്ചയുടെ ഫലമായിട്ടുണ്ടായതാണ്. അതിന് എൻഡ് റിസൾട്ടാണ്. നിങ്ങൾ പെട്ടെന്ന് ഔസേപ്പിനെ കണ്ടപ്പോൾ ഞങ്ങൾ 8 പേരെ മാറാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞത് ആരെ പറ്റിക്കാനാണ് ശ്രീ പ്രവീൺകുമാർ? സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അനുസരിച്ച് ഔസേപ്പ് ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ടെസ്സി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. സ്വാഭാവികമായി ഈ പഞ്ചായത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ 9 പേര് കാത്തിരുന്നു. സ്വാഭാവികമായിട്ട് ഔസേപ്പ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഔസേപ്പ് കൂറുമാറും, ഔസേപ്പ് വഞ്ചിക്കും എന്നൊക്കെ പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും തലേ ദിവസം പോലും ഈ 9 അംഗങ്ങളെയും ഔസേപ്പ് ഫോൺ ചെയ്ത് നേരത്തെ വരണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ അടിസ്ഥാനത്തിൽ ഇവരാരും ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടാകുമ്പോൾ പോലും ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തകരോട് പറയുമ്പോൾ അല്ലെങ്കിൽ മെമ്പർമാരോട് പറയുമ്പോൾ അവർ വിശ്വസിച്ചിരുന്നില്ല. സ്വാഭാവികമായി ഔസേപ്പ് മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ CPM പഞ്ചായത്ത് മെമ്പറിന്റെ കാറിൽ പഞ്ചായത്ത് ഓഫീസിൽ മുമ്പിൽ പറഞ്ഞു വന്നിറങ്ങുമ്പോഴാണ് അവർ പറയുന്നത്, ഔസേപ്പേട്ടൻ ഇവിടെ വന്ന് CPM കൂടെ സ്വാഭാവികം ഞങ്ങൾ ഉറപ്പിക്കും. അപ്പൊ തന്നെ അവരെല്ലാവരും കൂടി ഒരേ മനസ്സോടെ ടെസ്സിയെ വൈസ് പ്രസിഡന്റായി നിശ്ചയിച്ചിരുന്ന ടെസ്സിയെ പ്രസിഡന്റായി നിശ്ചയിച്ചു. ഞങ്ങൾ കൃത്യമായി ആ ടെസ്സി ഞങ്ങൾ അങ്ങനെയാണ് ഈ പറയുന്ന യാതൊരു കാരണവശാലും BJP-യുമായിട്ടൊരു ധാരണ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പ്രവീൺകുമാർ, BJP-ക്ക് അങ്ങനെ പറ്റില്ലെന്നേ. BJP-ക്ക് അതുൽ കൃഷ്ണയോ അല്ലെങ്കിൽ BJP അവിടെ 4 അംഗങ്ങളോ വിചാരിച്ചാൽ പെട്ടെന്ന് അവർക്ക് കയറി പിന്തുണയ്ക്കാൻ പറ്റില്ല. അവർക്ക് കൃത്യമായ ആലോചന ഉണ്ടായിട്ടുണ്ട്, അവർക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ജില്ലാ നേതൃത്വം മണ്ഡല നേതൃത്വം ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? നിങ്ങൾ യാതൊരു ചർച്ച ഉണ്ടായിട്ടില്ല, യാതൊരു ധാരണയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? പ്രവീൺ, നമ്മളെ കരിയാഹാരം കഴിക്കുന്നവരല്ല. അല്ല, ഇക്കാര്യം വാസ്തവിരുദ്ധമാണ്. മാത്രമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല. കാരണം ഞങ്ങളൊക്കെ കരുതിയിരുന്നത് അംബുജാഷൻ എന്ന് പറയുന്ന CPM നേതാവാണ്, LDF-ന്റെ CPM സീനിയർ അംഗമാണ്, CPM സ്ഥാനാർത്ഥി എന്നാണ്. ഞങ്ങളുടെ ഔസേപ്പാണ്. സ്വാഭാവികമായി ടോസ് വരുമ്പോൾ 50% വിജയ സാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ 50% വിജയ സാധ്യത CPM ഉണ്ടായിട്ടും CPM എന്തിന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായ ഔസേപ്പിന്റെ പിറകെ പോയി എന്നുള്ളതിന് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഭരണം പിടിക്കാനാണ്. അല്ല, എന്താണ് ഇപ്പൊ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളതല്ല. നിങ്ങളൊരു സ്വതന്ത്രയെ നിർത്തി അല്ലെങ്കിൽ എന്താണ് ഇവിടെ കോൺഗ്രസ് വോട്ട് വാങ്ങി ജയിച്ച നൂർജഹാൻ നവാസിനെ നിർത്തി BJP പിന്തുണയിൽ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആക്കാമെങ്കിൽ CPM-നോട് ഭരണം പിടിക്കുന്ന ആലോചിക്കാൻ ആണോ പ്രയാസം? രാഷ്ട്രീയ ധാർമ്മികത പറഞ്ഞാൽ അവിടെ ഇവിടെ പറയണ്ടേ? മറ്റത്തൂർ പഞ്ചായത്ത് CPM ഇത്തരത്തിലുള്ള നടപടി ആദ്യമായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സ്കെയിലും വെച്ച് മറ്റത്തൂരിനെ അളക്കരുതെന്ന്. 2000 ഇതുപോലെ തന്നെ കോൺഗ്രസ് 12 അധികാരത്തിൽ വന്നപ്പോ കോൺഗ്രസിന്റെ വിമതരെ തിരിച്ചു പിടിച്ച് CPM അട്ടിമറിച്ച പാരമ്പര്യമാണ് CPM-നുള്ളത്. 2003 ആ 2003 തൊട്ട് CPM ആണ് ഇവിടെ ഭരിക്കുന്നത്, LDF ആണ് ഭരിക്കുന്നത്. ജയേന്ദ്ര മാഷ്, ഇവിടെ മറ്റത്തൂര് ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് കണക്കാക്കണ്ട. നമ്മുടെ കേരളത്തിൽ ഏത് ചെറിയ ഭരണസമിതിയും അവിടെ നടക്കുന്ന മാറ്റങ്ങൾ, അത് സംസ്ഥാന റാമിഫിക്കേഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ 10 സീറ്റ് വാങ്ങി 10 സീറ്റ് ജയിച്ച LDF-ന് തന്നെയാണ് അവിടെ മാൻഡേറ്റ് ജനം നൽകിയത്. ഒരു തർക്കമാക്കരുത്തില്ല. CPM-ആണ് ഏറ്റവും ഒറ്റ കക്ഷി. 2 പേർ സ്വതന്ത്രരാണ്. അവർ നേരത്തെ കോൺഗ്രസിൽ പോയി, പിന്നെ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ ന്യായമാവുന്നില്ലോ. അപ്പോൾ CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിയമവിരുദ്ധമായി അനധികൃതമായി ഈ കോൺഗ്രസ്സുകാർക്ക് BJP പിന്തുണ കൊടുത്തു എന്ന് പറയുന്നതിനകത്തൊരു നൈതിക പ്രശ്നമില്ലേ? നിങ്ങൾ അംഗീകരിക്കാവോ സംസ്ഥാന നേതൃത്വം, ശ്രീ TP ജയേന്ദ്രൻ? ഹാഷ്മി, ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് മോക്ഷത്തിനല്ല. ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. നോക്കൂ, ഈ ചർച്ചയിലും നമ്മൾ ഇടയ്ക്കിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇത് കേരളമാണ്. ചിലർ അല്പം കൂടി ഉറപ്പിച്ച് പറയും ഇത് കേരളമാണ്. ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വസീഫിനോടും താങ്കളോടും എല്ലാവരോടും,
ഇത് കേരളമാണ് സർ, പക്ഷെ പഴയ കേരളമല്ല. വസീഫ് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. വസീഫെ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന തിരുവനന്തപുരത്താ. ആ കോർപ്പറേഷനിൽ കേരളത്തിലെ BJPയുടെ മേയറാണുള്ളത്. നിങ്ങളും ഞമ്മളും കേരളത്തിൽ തുല്യരല്ലേ? ഇപ്പോൾ 2 MP മാർ, 1 MP നിങ്ങൾക്കും ഉണ്ട്, 1 MP ഞങ്ങൾക്കും ഉണ്ട്. 6 കോർപ്പറേഷനിൽ വസീഫെ, ഒന്ന് നിങ്ങൾ ഭരിക്കുന്നു, ഒന്ന് ഞങ്ങളും ഭരിക്കുന്നു. ഇതിലെന്താണ് നിങ്ങൾ ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പറയുന്നത്? പിന്നെ ഒരു കാര്യം ഞാനിവിടെ ഹാഷ്മി പറയുന്നത്, മുഖം വികൃതമായതിന് കണ്ണാടി കുത്തി പൊട്ടിക്കണോ നമ്മൾ? നോക്കൂ, ഞങ്ങൾ ഇതിനകത്ത് എന്താ പിഴച്ചത്? ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ ജനവിധി എന്താണ് എന്നാണ് ഹാഷ്മി നിങ്ങൾ വ്യാഖ്യാനിക്കുക? 23 കൊല്ലമായി തുടർച്ചയായി ഭരിച്ച അഴിമതിയിൽ പൊറുതിമുട്ടി ആ ഗ്രാമത്തിലെ ജനത തീരുമാനിച്ചു, ഈ ദുഷ്ടശക്തികളെ അധികാരത്തുനിന്നും താഴെ ഇറക്കണം. അതിന്റെ ഫലമായിട്ട് 4 സീറ്റ് BJPക്ക്. എന്നാ പിന്നെ 10 സീറ്റ് എടുത്ത് BJP ഏറ്റവും ഒറ്റകക്ഷിയിൽ ചെയ്യുള്ളൂ, അല്ലെ കോൺഗ്രസിനെ ഏറ്റവും ഒറ്റകക്ഷിയാക്കുള്ളൂ. അപ്പോഴും CPM-ഓട് ഏറ്റവും ഒറ്റകക്ഷിയായില്ലേ? അങ്ങനെ ജനം വെറുത്ത് അവർ ഏറ്റവും ഒറ്റകക്ഷിയാക്കിയേക്കാം എന്ന് തീരുമാനിക്കുമോ? അങ്ങനുണ്ടോ? ഞാൻ ചർച്ചയിൽ എന്നെ തടസ്സപ്പെടുത്താതെ നിങ്ങൾ നിർത്തിയാൽ ഞാൻ സംസാരിക്കാം. കാരണം ഈ വാക്കുകൾ കേരളത്തിൽ പല പഴയ SFI-ക്കാരെയും അസ്വസ്ഥരാക്കുമെന്ന് എനിക്കറിയാം. ഇത് പഴയ കേരളമല്ല എന്ന് ഞങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഞാൻ ഹാഷ്മിയോട് ചോദിക്കട്ടെ, അല്ല ഹാഷ്മി, അവിടെ BJP എന്ത് തെറ്റാ ചെയ്തത്? BJPയുടെ ഏതെങ്കിലും താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ ഞങ്ങൾ പ്രസിഡന്റ് ആക്കാൻ പോയോ? ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ആക്കാൻ പോയോ? ഞങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ അടുത്ത് പോയിട്ട് BJPക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞോ? ഞങ്ങൾ ആരെയെങ്കിലും BJPയിൽ ചേർത്തോ? നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ഇത്രയധികം ഒരു വഴിതെറ്റിക്കുന്നത് ഈ ചർച്ചയെ? BJP ധാർമ്മികമായും രാഷ്ട്രീയമായും വിജയിച്ചിരിക്കുന്നു. BJP മത്സരിക്കുന്നില്ല. താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരാളെയും ഞങ്ങൾ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആക്കിയിട്ടില്ല. പകരം ഒരു സ്വതന്ത്രനായ ഒരാൾ വന്ന് പിന്തുണ ചോദിച്ചാൽ പിന്തുണ കൊടുക്കുന്നതിൽ രാഷ്ട്രീയ ധാർമ്മികതയിൽ എന്ത് തെറ്റാവുള്ളത്? ഒരു സ്വതന്ത്രനെ പിന്തുണ ചോദിച്ചു, BJP കൊടുത്തു. മറ്റൊരാൾ രാജിവെച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും പറയും, ഞങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല. ഹാഷ്മി, മറ്റൊരു ചോദ്യം കൂടെ, അവിടെ എന്താണ് 23 കൊല്ലം വെച്ചവന് 10-ഉം പകരം വന്നവന് 10-ഉം കൊടുത്തപ്പോ 12 സ്ഥലത്ത് 2-ാം സ്ഥാനത്തും 4 സ്ഥലത്ത് BJP എടുത്ത സൂചന എന്താണ്? ആ പഞ്ചായത്തിൽ 23 വർഷം ഭരിച്ചവർ ഏറ്റവും ഒറ്റകക്ഷിയായ സൂചന എന്താണ്? അതിന് എതിർപ്പ് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഹാഷ്മി. ദിവ്യേന്ദ്ര മാഷേ, ആലോചിക്കും, 23 വർഷം ഭരിക്കാന്ന് പറഞ്ഞാൽ മാരകമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവേണ്ടതാണ്. 23 എന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ട് ഭരിച്ചവർ പിന്നെയും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ഭരണവിരുദ്ധ വികാരമാണോ ഭരണാനുകൂല വികാരമാണോ? നിങ്ങൾ അറിയണമെങ്കിൽ കണ്ണൂരിലൊക്കെ പോയിട്ട്, അല്ല, അത് കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നല്ല ബോധ്യമുള്ള നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്ന ആളല്ലേ? ഇവിടെ കുതിര കച്ചവടം നടത്തിയ ആളെ നിങ്ങൾക്ക് എന്താ കുറ്റം പറയാൻ കഴിയാത്തത്? കോൺഗ്രസിലെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ മത്സരിച്ച ഒരാളെ 10 സീറ്റ് കിട്ടിയ ഒരുത്തൻ ലക്ഷങ്ങളോ കോടികളോ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ഇവരല്ലേ കുതിരക്കച്ചവടം നടത്താൻ ശ്രമിച്ചത്? ഇനി എൻ്റെ ഹാഷ്മിയുടെ അടുത്ത ചോദ്യം, കുതിരക്കച്ചവടം നടത്തണമെങ്കിൽ കുറെ കുതിരകൾ വേണ്ടേ ഹാഷ്മി? കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ ഇത്തരം സ്ക്രൂട്ടിനി ഒക്കെ ചെയ്ത് തെരഞ്ഞെടുത്ത് മുന്നോട്ട് വെക്കുന്നവർ ഇത്ര തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏതാനും നോട്ടുകെട്ടുകൾ കാണുമ്പോൾ ട്രൗസർ മാറ്റി ഇങ്ങനെ നിന്നു കൊടുക്കാനുള്ള കുതിരകളാണോ ഇവരൊക്കെ? BJP ഏതായാലും അത്തരത്തിൽ ഒരാളെയും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾ ധാർമ്മികമായിട്ട് രാഷ്ട്രീയ നിലപാട് ഉറച്ചു നിൽക്കുന്നു ഹാഷ്മി. നിങ്ങൾ ഇവിടെ കുതിരക്കച്ചവടത്തെയാണ് എതിർക്കുന്നതെങ്കിൽ കോൺഗ്രസ് ആയി ഇടതുപക്ഷത്തെ എതിർത്ത് അവരോട് തോൽപ്പിച്ച ഒരാളെ പണം കൊടുത്ത് പ്രസിഡന്റാക്കി അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ ധാർമ്മികമായി കഴിയാത്തത്? പകരം ഞങ്ങൾ എന്ത് ഉത്തരം ഇതുവരെ പറഞ്ഞോ? ജയേന്ദ്ര മാഷേ, ഔസേപ്പ് കോൺഗ്രസ് അല്ല. ഔസേപ്പ് മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല. കോൺഗ്രസിന്റെ സീറ്റ് കിട്ടാത്തത് കാരണം, അല്ല, കോൺഗ്രസ് ടിക്കറ്റ് കിട്ടാത്ത കാരണം റിബലായിട്ടാ മത്സരിച്ചേ. റിബലായിട്ടാ മത്സരിച്ചേ. റിബല എന്ന ഔസേപ്പിന് ആർക്ക് പിന്തുണ അയാൾക്ക് തീരുമാനിക്കാം. കാരണം അയാൾ സ്വതന്ത്രനാണ്, അയാൾക്ക് ബാഗേജ് ഇല്ല. ജയേന്ദ്ര മാഷേ, ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറഞ്ഞാൽ 10 സീറ്റ് കിട്ടിയ CPM അല്ല എന്ന് താങ്കൾ പറഞ്ഞ യുക്തി മനസ്സിലാവുന്നില്ല. ഒന്ന്, താങ്കൾ എന്നെ പഴയ SFI-കാരനെ വിളിച്ചാൽ പോട്ടെ. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഔസേപ്പ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. അത് കാരണം പുള്ളി റിബൽ ചെയ്തു. പുള്ളി റിബലായിട്ട് മത്സരിച്ചു. അവിടെ കോൺഗ്രസിന് വേറെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി വേറെ ഉണ്ട്. സ്വതന്ത്രമായി ജയിച്ചു വന്ന ആൾക്ക് അയാൾക്ക് തീരുമാനിക്കാന്നേ ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന്. അപ്പൊ അയാളെങ്ങനെ കുതിരയാവുന്നേ? എനിക്ക് തർക്കമില്ല. പക്ഷെ അദ്ദേഹം ഇടതുമുന്നണിയെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച ആളല്ലേ ഹാഷ്മി? അതിൽ നിങ്ങൾ തർക്കമുണ്ടോ? BJP തോൽപ്പിച്ചിട്ടുണ്ട്, ഇടതുമുന്നണിയെ തോൽപ്പിച്ച ആളല്ലേ? കോൺഗ്രസ് തോൽപ്പിച്ച ആളല്ലേ? തോൽപ്പിച്ച സ്വതന്ത്രനെ കോൺഗ്രസ് തോൽപ്പിച്ച ആളല്ലേ? ഇടതുമുന്നണിയെ
തോൽപ്പിച്ച ശരി. സ്വതന്ത്രനെ ജയിച്ചു വന്നാൽ സ്വതന്ത്രർ തീരുമാനിക്കാം. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അവിടുത്തെ പ്രസിഡന്റ് ആക്കാമെന്ന് പറയുന്ന പക്ഷേ സ്വതന്ത്രമായി തീരുമാനിച്ചാൽ അയാൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം ആരെ പിന്തുണയ്ക്കാമെന്ന്. അയാൾ തീരുമാനിക്കുകയാണ് CPM പിന്തുണയ്ക്ക് തീരുമാനിച്ചത്. എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക? അയാൾക്ക് കോൺഗ്രസ് ബാഗേജ് അവിടെ ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് അല്ല, അയാള് ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് പിന്തുണ കൊടുക്കുന്ന, അല്ല തോൽപ്പിച്ചിട്ടല്ലേ ഹാഷ്മി അവിടെ ആയത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അയാൾക്ക് പിന്തുണ കൊടുത്ത് ജയിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. ഹാഷ്മി പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു. ഇടതുപക്ഷം പിന്തുണ കൊടുത്തിട്ട് സ്വതന്ത്ര പിന്തുണയും കൊടുക്കാലോ. അങ്ങനെ കൊടുത്തിട്ടാണ് ജയിപ്പിക്കുന്നതെങ്കിൽ ഹാഷ്മിയുടെ വാദത്തിന് കഴമ്പുണ്ട്. അപ്പൊ ഈ നൂർജഹാൻ നവാസ് എന്ന് പറയുന്ന കോൺഗ്രസുകാരി വൈസ് പ്രസിഡന്റായി BJP പിന്തുണയ്ക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് അറിവോടെയാണ് അല്ലേ? അവർ രാജിവെച്ച വാർത്ത നിങ്ങൾ പുറത്തുവിട്ടിരുന്നോ? ഇല്ല, അവർ കോൺഗ്രസ്സുകാർ തന്നെ ഇന്ന് പറയുന്നത്. രാജിവെച്ച എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വരുന്ന ഒരാളെ BJP സ്വീകരിക്കുന്നതിലുണ്ടോ ഹാഷ്മി? അല്ലല്ല, അവർ കോൺഗ്രസ്സുകാരാണ്. പ്രവീൺകുമാർ, നിങ്ങൾ ഇപ്പൊ കോൺഗ്രസ് അല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കോൺഗ്രസ്. നൂർജഹാൻ കോൺഗ്രസ് അല്ലേ? എന്തോ നൂർജഹാൻ നവാസ് കോൺഗ്രസ് അല്ലേ? ഇവർ രണ്ടുപേരും രാജിവെച്ചു എന്ന വാർത്ത മറ്റൊരു നൂർജഹാൻ നവാസ് കോൺഗ്രസ്. എട്ടുപേരും എല്ലാവരും കോൺഗ്രസ്സുകാരനാ അല്ലേ? രാജിവെച്ചു എന്ന് നിങ്ങളുടെ 24 ന്യൂസ് പുറത്തു വിട്ടിരുന്നോ? അല്ല, അതേ നേരിട്ട് പറയട്ടെ. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. അതേ നേരിട്ട് പറയട്ടെ. ന്യൂസ് അതിനേക്കാൾ ആധികാരികമായി ആ വ്യക്തി നേരിട്ട് പറയാം. അല്ലല്ല മാഷേ, അല്ല മാഷേ, നേർക്കുന്ന പ്രവീൺ പറയട്ടെ. അദ്ദേഹത്തിനുള്ള ആധികാരികം പറയാൻ പറ്റുക. അതിനേക്കാൾ ആധികാരികമായി പ്രവീൺ കുമാർ നേരിട്ട് പറയല്ലേ? നൂർജഹാൻ നവാസ് മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് DCCക്ക് കൊടുത്ത ലെറ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ ഇന്റേണൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് DCCക്ക് കൊടുത്ത ലെറ്റർ പ്രകാരമാണ് ഇവർ ഈ പ്രശ്നത്തിൽ, ഈ ഔസേപ്പിന്റെ പ്രശ്നത്തിൽ കാര്യഗൗരവത്തോടു കൂടി ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് നൂർജഹാൻ നവാസ് മാത്രമല്ല മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും ഒരേ മനസ്സോടെ അവര് പാർട്ടിയെ എഴുതി അറിയിച്ചിരുന്നു. കോൺഗ്രസ്സുകാരിയാണ്. മാഷെ, നൂർജഹാൻ നവാസ് കോൺഗ്രസ്സുകാരിയാ. അപ്പൊ കോൺഗ്രസ്സുകാരെ പിന്തുണയ്ക്കുന്ന BJP സംസ്ഥാന നേതൃത്വത്തിന് അറിവോടെ തന്നെയാണല്ലോ അല്ലേ? ഇതിൽ ഒരു സംശയവും വേണ്ട. പാർട്ടി നേതൃത്വം 24 വാർത്ത കണ്ടിട്ടാണോ TP ജയചന്ദ്രൻ മാഷെ BJP സംസ്ഥാന നേതൃത്വം കോൺഗ്രസ്സുകാരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്? ഞാൻ പറയുന്നത് 24 വാർത്ത കണ്ടിട്ടാണോ TP ജയചന്ദ്രൻ മാഷെ സംഘടനാപരമായി സംസ്ഥാന തലത്തിൽ ഈ കോൺഗ്രസ്സുകാരെ പിന്തുണയ്ക്കാം എന്ന് BJP തീരുമാനിച്ചത് 24 വാർത്ത കണ്ടിട്ടാണോ? നിങ്ങൾക്ക് വേറെ ഒരു അന്വേഷണ പരിശോധന സംവിധാനം ഇല്ലേ? നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയ അതേ ഹാഷ്മി, നമ്മൾ തർക്കിക്കേണ്ട. നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയ അതേ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്കും വാർത്ത കിട്ടി. അവർ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ജയേന്ദ്രമാഷെ, കൂടെയുള്ള പ്രവീൺ കുമാർ പറയുന്നു ഞങ്ങൾ എന്നിട്ടും അവരോട് താമരയിൽ കൈപിടിക്കാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിന്തുണയല്ല ഭരിക്കുന്നത്. അതിനിപ്പോ ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് അദ്ദേഹം പറയുന്നതിന്റെ ആധികാരികതയെ കുറിച്ചോ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ചോ ഞാൻ ഇപ്പം പറയാത്തത്. അല്ല, അദ്ദേഹമല്ലേ ആധികാരികം പറയേണ്ടത്? പ്രവീൺ കുമാർ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഇവിടെ നൂർജഹാൻ കോൺഗ്രസ്സുകാരിയാണ്, ആ രാജിക്കത്ത് പുറത്തു വരുന്നത് വേറൊരു പശ്ചാത്തലത്തിലെ രാജിക്കത്താണ് എന്ന് പറയുന്നു. കോൺഗ്രസ്സുകാർ തന്നെ. അപ്പൊ ആ കോൺഗ്രസ്സുകാർ ഇനി BJP പിന്തുണയ്ക്കുവോ മാഷേ? അല്ല, അത് നൂർജഹാൻ എന്ന് പറഞ്ഞാൽ അത് ആധികാരികമാണ് എന്ന് ഹാഷ്മിക്ക് പറയാം. നൂർജഹാൻ വന്നാണ് ഇത് പറയുന്നതെങ്കിൽ ഹാഷ്മിക്ക് പറയാം അത് ആധികാരികമാണ്. നൂർജഹാൻ പറഞ്ഞു. നൂർജഹാന്റെ കാര്യം വേറൊരാൾ ഇവിടെ അല്ലല്ല മാഷെ, അല്ലല്ല മാഷെ, ഇന്ന് നൂർജഹാൻ അടക്കം വാർത്താസമ്മേളനം നടത്തി. മാഷെ കാണത്തോണ്ടാ, ഇന്ന് നൂർജഹാൻ അടക്കം വാർത്താസമ്മേളനം നടത്തി. ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്നാ പറയുന്നത്. അതേ നൂർജഹാൻ, ഞാൻ അതും കേട്ടു ഹാഷ്മി, കേട്ടു ഹാഷ്മി. മറിച്ച് ഞങ്ങളെ സമീപിച്ചത് എന്ത് പറഞ്ഞിട്ടാ? കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, അവിടെയുള്ള ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിക്കണം, നിങ്ങൾ സഹായിക്കണം എന്നാര് സമീപിച്ചു? എന്താ തെറ്റ്? അല്ല, പ്രവീൺ കുമാർ അങ്ങനെ സമീപിച്ചോ? മോക്ഷത്തിനല്ല, രാഷ്ട്രീയ പ്രവർത്തനം. അല്ല, പ്രവീൺ കുമാർ അങ്ങനെ സമീപിച്ചോ? ഇടതു വലത് മുന്നണി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ്. അല്ല, അങ്ങനെയാണ് ഗുരുതരമായ ആരോപണം. അല്ലല്ല, അല്ല പ്രവീൺ കുമാർ, നിങ്ങൾ BJP ആരെയാണ് സമീപിച്ചത്? KR ഔസേപ്പ് ആയിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഈ പറയുന്ന അല്ലല്ല TP ജയചന്ദ്രൻ മാഷ് പറയുന്ന പോലെ ഞങ്ങൾ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു, ഞങ്ങൾക്ക് ഈ CPM മാറ്റി നിർത്താൻ BJPയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് സമീപിച്ചത് ആരെയാണ്? ശ്രീ പ്രവീൺ കുമാർ. സ്വാഭാവിക ആരെയും സമീപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള രാജിക്കത്ത് DCCക്ക് നൽകിയിരുന്നു. ഈ പറയുന്ന ഇന്ത്യയുടെ പ്രശ്നം ഇഷ്യൂ വേറെയാണ്.
ആ ഇന്റേണൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഔസേപ്പുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ചർച്ച. ഇതിൽ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇവർ രാജിവെച്ചത്. ഈ പറയുന്ന സമയത്ത് അവർ സ്വതന്ത്രരാണ്. ഈ പറയുന്ന സമയത്ത് അവർ സ്വതന്ത്രരാണ്. സ്വാഭാവികമായി ആ ഒരു സാഹചര്യത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റെടുത്തത്. കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും ജയന്ദ്രമാഷെ ആരും ബി ജെ പി സമീപിച്ചില്ല ഞങ്ങളെ പിന്തുണയ്ക്കാൻ. പിന്തുണച്ച ആരും ബി ജെ പി സമീപിച്ചില്ല ഞങ്ങളൊന്ന് പിന്തുണക്കണേ എന്ന് പറഞ്ഞ് സമീപിച്ചില്ല. ബി ജെ പി പിന്തുണച്ച നിങ്ങളുടെ അവിടെ പൊതു ആവശ്യം എന്ന് പറഞ്ഞാൽ CPM-നെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഒന്നിച്ചു, അത്രേ ഉള്ളൂ അല്ലേ? അതാണ് സത്യം. അതാണ് സത്യം, അത്രേ ഉള്ളൂ. അതിന് രാഷ്ട്രീയം എന്നാണോ പറയേണ്ടത്, അത് രാഷ്ട്രീയമില്ലായ്മ എന്നാണോ പറയേണ്ടത് എന്ന ചോദ്യമാണ്. CPM-ന്റെ ഭരണത്തിനെതിരായിരുന്നു നാടിന്റെ വികാരം. ആ വികാരത്തിനൊപ്പം എല്ലാവരും നിന്നു. അവർ BJP-യുടെ സഹായം തേടി വന്നപ്പോഴോ സഹായം തേടിയപ്പോഴോ അവർ കോൺഗ്രസിൽ ഇല്ലായിരുന്നു. ഞാനും പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ. ഇല്ലെന്ന് BJP-യുടെ സഹായം തേടി പോയില്ല. തേടി പോയെങ്കിൽ പ്രമുഖ പറയട്ടെ. അല്ല, അതിപ്പോ ഹാഷ്മി അത് ഈ ഫ്ലോറിൽ തെളിയിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ, തെളിയിക്കേണ്ടതും അല്ലല്ലോ. തെളിയിക്കണം, താങ്കൾ പറഞ്ഞാണ്. 24 ഫ്ലോറിൽ തെളിയിക്കേണ്ട കാര്യമല്ലേ? അല്ല, താങ്കൾ പറഞ്ഞാണ് പിന്തുണ തേടി വന്നു. ഒരു പിന്തുണ തേടി പോയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന പ്രവീൺ കുമാർ അവിടെ CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായി. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു. CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി, അത്രേ ഉണ്ടായുള്ളൂ. അതിന് രാഷ്ട്രീയം എന്ന് വിളിക്കണോ രാഷ്ട്രീയം ഇല്ലായ്മ എന്ന് വിളിക്കണോ എന്ന് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ഞാൻ വസീഫിലേക്ക് എത്താം. ശ്രീ വസീഫ്, ഇവിടെ ആ കത്തൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയാണ്. അതിൽ പറയുന്നത് സ്വീകർത്താവ് ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് തൃശ്ശൂർ, പ്രിയ പ്രസിഡന്റ്, പാർട്ടി നേതൃത്വം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും പ്രവർത്തകരോടും കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ച് താഴെ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരായി ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. മിനിമോള, ശ്രീജ ടീച്ചർ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജാൻ നവാസ്. 27/12/2025. പക്ഷേ ഈ കത്തിപ്പ് DCCക്ക് കത്തിപ്പ് കിട്ടിയിട്ടില്ല. ഈ കത്ത് വാട്സപ്പിൽ കറങ്ങുന്നതല്ലാതെ DCCക്ക് കത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. വസീഫ്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഈ ജയചന്ദ്രൻ മാഷ് കണക്കിൻ്റെ മാഷ് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ CPM-ഉം ഞങ്ങളും ഒക്കെ ഒരേ ശക്തിയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ഒന്നുകൂടി മാഷേ ഒന്ന് ഇരുന്ന് പഠിക്കുന്നത് നന്നാവും. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ നിങ്ങൾ ഒരല്പം പോലും മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ലോകസഭയിൽ നിന്നൊക്കെ ഒരുപാട് താഴോട്ടാണ് വന്നത് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് കേട്ടോ. അതുകൊണ്ട് ആ മേനി പറച്ചിലൊന്നും പറഞ്ഞു വരല്ലേ ദയവേത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കിട്ടിയാൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടാവും. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കമ്മോഡിറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കേരളത്തിൽ 30 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് 2 സ്ഥലത്ത് മത്സരിച്ചൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കാസർഗോഡും. എന്നിട്ട് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയായിരുന്നു. അങ്ങനെ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി 2ഇടത്തും തോറ്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങ് എന്നുള്ളത് ദയവ് ചെയ്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ തമാശക്ക് ചോദിക്കാറുണ്ട് ആരാണ് നിരപരാധി എന്ന്. അതേ അവസ്ഥയിലായിപ്പോ ഇവിടുത്തെ കോൺഗ്രസ്. എന്തൊരു കഷ്ടാണ്. ഇവിടെ നമുക്കറിഞ്ഞൂടെ 10 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു, 2 സീറ്റിൽ ജയിച്ചത് സ്വതന്ത്രരാ, 8 സീറ്റിൽ കൈപ്പത്തി ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ജയിച്ചു, 4 സീറ്റിൽ BJP ജയിച്ചു. ആ BJP ജയിച്ച സീറ്റുകളുടെ എണ്ണവും അതിന്റെ ഒരു കണക്കൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ആശ്മിക്ക്, നിങ്ങൾക്ക് പരിശോധിക്കാം. അത് നെറ്റിൽ കിട്ടുന്ന കാര്യമാണല്ലോ. എന്താ ഇവരുടെ ഒരു ധാരണ? ഇവർ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇവർ തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കണക്കുകളും അതിനുശേഷം ഇപ്പൊ അവിടെ നടന്ന ഈ ഡീലുകളും എല്ലാം. എന്നിട്ട് ആളെ പറ്റിക്കുകയാണ് ഇവര്. എങ്ങോട്ടാ ഇവർ ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഇവരാരെയാ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? ഈ വോട്ട് ചെയ്ത വോട്ടർമാരെയോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ സുധാകരൻ നയിച്ച കോൺഗ്രസ്, ഇപ്പോൾ VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ്, RSSന്റെ ശാഖക്ക് കാവൽ നിൽക്കാൻ മടിയില്ലെന്ന് പറഞ്ഞ് RSS നേതാക്കന്മാരുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ വളരെ വിനയത്തോടുകൂടി കുനിഞ്ഞു നിന്ന് ബഹുമാനത്തോടു കൂടി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും BJP ആവാനും ഏത് സമയത്തും BJPയുടെ പിന്തുണ വാങ്ങാനും BJPക്ക് അങ്ങോട്ട് പിന്തുണ കൊടുക്കാനും മടിയില്ലാത്ത വിഭാഗമാണ് ഇവര്. കേരളത്തിലുടനീളം ഈ വോട്ടർ ആഫ്റ്റർ പോളുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പലയിടങ്ങളിലും BJP അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിംഗ് ശതമാനത്തിലോ ഒന്നും കാര്യമായി ഒരു വർധനവും ഉണ്ടായിട്ടില്ല. ലോകസഭയ്ക്ക് അവർക്ക് കിട്ടിയ വോട്ടിൽ നിന്നൊക്കെ ഒരുപാട് താഴോട്ടേക്കാണ് അവരുടെ വോട്ട് പോകുന്നത്. കാരണം എന്താ?
അവർ ഈ ഡീലിലേക്ക് അവർക്കൊരു നിശ്ചയ ശതമാനം വോട്ടുണ്ട് എന്നാണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. ആ വോട്ടിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. കാരണം അവർ ഇതുപോലെ ഉദാരമനസ്കരായി കോൺഗ്രസിനും മറ്റും വോട്ട് മറിച്ചു കൊടുക്കുന്നവരായി മാറുക. അതാ ഈ കാഴ്ച, അതാ ഈ വോട്ടിന്റെ കണക്ക്. അങ്ങനെയാണ് ഇവർ കേരളത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറയുന്നതും ഈ പറയുന്ന BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും 2020യും സകല ഗുലാബികളും ഒന്നിച്ചണിനിരക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ, ഒന്നിച്ചണിനിരക്കും. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അധികാരമാണോ, ആ അധികാരത്തിൽ കയറി കൈയിട്ട് വരണം എന്നുള്ള അതിയായ ആഗ്രഹം മൂത്താണ് ഇവര് ഈ രാഷ്ട്രീയത്തെ, ഈ ജനവിധിയെ വിലക്കെടുക്കാൻ പരിശ്രമിക്കുന്നത്. ഞങ്ങൾ അതാണ് ഈ നാടിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഈ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ BJPയിലേക്ക് മാറുന്ന കോൺഗ്രസിനെയാണ് ഞങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPയുടെ ഭരണ സംവിധാനത്തിൽ 10-12 കേന്ദ്രമന്ത്രിമാർ ആരായിരുന്നു? കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ നേതാക്കന്മാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിരുന്നു. നമ്മളത് മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ ബസന്ത് പറഞ്ഞു നേരത്തെ ഫേസ്ബുക്കിൽ താഴോട്ട് മറച്ചു നോക്കിയെന്ന്. ബസന്തെ, നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് എടുത്താൽ പൊങ്ങില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയന്റെ ഒന്നും രാഷ്ട്രീയ പാരമ്പര്യത്തെ, കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒന്നങ്ങ് തുമ്മിയാൽ തെറിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു പ്രൗഢിയുള്ള നേതാവല്ല അദ്ദേഹം. അചഞ്ചലമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, എന്നിട്ട് കള്ളം പറയാ. ആ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക് പൂർണ്ണമായി ഇരുന്നിട്ട്, കേട്ടോ. വെറുതെ എന്തെങ്കിലും പറയല്ല. തൊട്ട് മുമ്പ് തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബഹളം വെക്കല്ലേ വസന്തേ, ഞാൻ ആകെ പറഞ്ഞ ഈ വസന്ത് ഇങ്ങനെ ബഹളം വെക്കും പറഞ്ഞേ ഉള്ളൂ. അതെ, അതുകൊണ്ട് മിണ്ടാതിരിക്ക്. ഓക്കെ എന്നാ ബഹളം വെക്കല്ലേ, ഒന്ന് കേൾക്ക് സുഹൃത്തെ, ഒന്ന് കേൾക്ക്, സമാധാനിക്ക്. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ബുള്ളറ്റിൽ കയറി ഫോട്ടോ എടുക്കുന്ന സമയത്ത് രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ മാറ്റിയിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ നേതാവ് ടൂർ അടിച്ച് നടക്കുക, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്. ആ സമയത്തും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഞങ്ങൾ ഇടതുപക്ഷവും ഒക്കെ രാജ്യത്തെ BJPക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, സമര പോരാട്ടങ്ങളിലുണ്ട്. മുമ്പിലുള്ള അനുഭവമാണ്. ഇത് കേവലം മറ്റത്തൂരല്ല, വരാമോ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിപ്പോയ MLAമാരുടെ, MP-മാരുടെ, കേന്ദ്രമന്ത്രിമാരുടെ കണക്കെടുത്താൽ അത് അസംഖ്യം നീളും. അത് CPMന്റെ പക്കൽ ഓൾറെഡി ആ കണക്കുണ്ട്. ആ കണക്കിന്റെ കൂടെ മറ്റത്തൂർ കൂടി ചേർത്ത് വെച്ചാകും നിയമസഭയിലെ പ്രചരണം. എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചു വിട്ടാൽ ഈ കോൺഗ്രസ്സുകാർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാകും എന്നതാകും ആ നറേറ്റീവ്. അതിനെ ചെറുക്കാൻ മറ്റത്തൂർ മോഡലിനെ പിന്തുണച്ചുകൊണ്ട് കഴിയില്ല വസന്ത്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ഓഫീസ് അടക്കമാണ് BJPയിലേക്ക് പോയത്. അതും കൂടെ ചർച്ച ചെയ്യാം. രണ്ടാമത് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അംഗങ്ങൾ CPMവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ BJPയിൽ പോയിട്ടുണ്ടാവാം. അവരുടെ ED രാഷ്ട്രീയവും മറ്റുള്ളതും പേടിച്ചു പോയിട്ടുള്ളവരുണ്ടെന്നേ. പക്ഷേ CPMനെയും കോൺഗ്രസിനെയും നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ആനയും ആടലോടകത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ വലിയ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ അംഗങ്ങൾ പോയിട്ടുണ്ടാവാം. ആ പോയവരെ ആരും ഞങ്ങൾ എന്റർടൈൻ ചെയ്തിട്ടില്ല, കേട്ടോ. ഇനി 2-3 രാഷ്ട്രീയം പറയാം. ഒന്ന്, വസീഫ് നേരത്തെ പറഞ്ഞു, എന്താ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങളൊന്നും എടുത്താൽ പൊങ്ങില്ല എന്ന്. അത്യാവശ്യം നെറ്റും വൈഫൈ ഒക്കെ ഉള്ള ആര് താഴോട്ട് സ്ക്രോൾ ചെയ്താലും കിട്ടും, കേട്ടോ വസീഫെ. അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത മുൻ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എൻ മാധവൻകുട്ടി ഉണ്ടല്ലോ, അയാൾ CPMനെതിരെ എഴുതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പോലീസ് തന്നെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ത് ചെയ്തത്, സസ്പെൻഡ് ചെയ്തത്. അതായത് ഈ സംസ്ഥാനത്ത് പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ദേശാഭിമാനി മുൻ റെസിഡന്റ് എഡിറ്ററിന്റെ പോലും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കിം ജോങ് ഉന്ന് ആണ് കേരളം ഭരിക്കുന്നതെന്ന് ജനത്തിന് അറിയാം. ഇനി അത് താഴോട്ട് വരുമ്പോൾ ഒരിടത്ത് പോലും ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഇടങ്ങളിലും ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഒരു വരി വാചകത്തിൽ പോലും പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലാത്തവർ, നരേന്ദ്രമോദി എന്ന് പറയുന്ന പേരെടുത്തു പറയാൻ അങ്ങ് ഡൽഹിയിൽ പോയി നടത്തിയ 13.2 മിനിറ്റ് നീളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരായ പ്രസംഗത്തിൽ ഒരു ഇടത്ത് പോലും നരേന്ദ്രമോദി എന്ന് വാക്കുപയോഗിക്കാനോ
പ്രൈം മിനിസ്റ്റർ എന്ന വാക്കുപയോഗിക്കാനോ ആർജവമില്ലാത്തവർ മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ സാധ്യതകളെയും തകർക്കാൻ വേണ്ടി ഹൈദരാബാദിൽ പോയി KCRുമായി സഖ്യമുണ്ടാക്കാൻ നോക്കിയവർ, ആ സഖ്യത്തിന് ദേശീയ നേതൃത്വത്തിന് പിന്തുണയില്ല എന്ന് അറിഞ്ഞിട്ട് പോലും KCRന്റെ അടുത്ത് പോയി പൂവിട്ട് വിതറിയ പിണറായി വിജയന്റെ ഗ്രൂപ്പ് ഞങ്ങളോട് പറയാണ് ഞങ്ങളാണ് വലിയ സംഘപരിവാർ വിരുദ്ധർ എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ തൽക്കാലം നിർവാഹം ഉണ്ടാവില്ല. വസീഫെ, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ആലപ്പുഴ ജില്ലയിൽ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഇലക്ഷൻ സഖ്യത്തെ പറ്റിയല്ലേ? പ്രീ ഇലക്ഷൻ സഖ്യത്തെ പറ്റി ഞാൻ പറയാം. താങ്കളെ പോലെയുള്ള സ്വപ്നജീവികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതി തരുന്നത് പറഞ്ഞിട്ട് അങ്ങനെ പോകല്ലേ. നിങ്ങൾ എടുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്ക്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്ക്. നിങ്ങളുടെ ടൂറടിച്ച് നടക്കുന്ന ആ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുക. രാഹുൽ ഗാന്ധിയോട് ഒന്ന് പാർലമെന്റിൽ വരാൻ പറ. ഇന്ന് ജൻസി കുട്ടികളുടെ ഓരോ സമയത്തും വിവരം കിട്ടുന്ന കാലമാണ്. നിങ്ങളുടെ രാഹുൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ജൻസി കുട്ടികളുടെ വിരൽത്തുമ്പിൽ വിവരമുണ്ട്. മനസ്സിലായോ? വസന്ത് ഇപ്പോഴും കോൺഗ്രസുകാരെ നൂർജഹാൻ നവാസ് BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ മറ്റത്തൂരെ മറുപടിയാണ് ഈ പറയുന്നതൊക്കെ. ശരി, അത് നമുക്ക് മറ്റൊരു ചർച്ച ചെയ്യാം. മറ്റത്തൂരെ മറുപടിയാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ. അല്ല, കുറച്ച് ബഹളമൊക്കെ വസന്തേ നിങ്ങളുടെ പ്രയാസം മനസ്സിലാവും. കാരണം അറിയോ, വല്ലാത്ത ജാള്യതയിൽ നിൽക്കുക. കാരണം എന്താ അറിയോ, നിങ്ങളുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോയി. നിങ്ങൾ ഉണ്ടാക്കുന്ന ബിൽഡപ്പ് ഒക്കെ പോയി. ഈ ജനത്തിന് മുമ്പിൽ നിങ്ങൾ പറയുന്ന ന്യായീകരണം അവർ വിശ്വസിക്കും. എന്നോട് ആശ്മി പറയാൻ പറഞ്ഞതാണ്. മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആശ്മി പറയാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ 55-ന് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങി തന്ന ആളാണ്. ആ മര്യാദ അങ്ങേക്കില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്താണ് പോയിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര ബേജാറാവുന്ന? ആശ്മി എന്നോട് പറയാൻ പറഞ്ഞോട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, 55 എന്തിനാ വസീഫ ഇങ്ങനെ ബേജാറാവുന്നത്? പറയാൻ സമ്മതിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ സംസാരിക്കുന്നത് കേരളത്തിൽ പോസ്റ്റ് ഇലക്ഷന്, അതായത് ഇലക്ഷന് ശേഷം ഉണ്ടായ സഖ്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം ഉണ്ടായ പിന്തുണയെ പറ്റിയാണ്. നോക്കൂ, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ കഥ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഒരുമിച്ച് നിങ്ങൾ മത്സരിച്ചത് 2024 ഡിസംബറിലാണ്. ഒരു വർഷം മുമ്പ് CPM BJP സഖ്യം ഒരുമിച്ച് സീറ്റ് നിർണയം നടത്തി സഹകരണ ബാങ്കിൽ ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ മത്സരിച്ചു. എന്നിട്ട് നിങ്ങൾ CPI അവിടെ തോൽപ്പിച്ചു. അതെന്താ ചരിത്രമല്ലേ? അതിനു മുമ്പ് 91-ൽ MS ഗോപാലകൃഷ്ണൻ എങ്ങനെയാ പാലക്കാട് ചെയർമാനായത് നഗരസഭയുടെ? അപ്പോൾ നിങ്ങൾ BJPയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് BJP ലീഡർഷിപ്പിന് കൊടുത്ത ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യമുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ BJPയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയച്ചിട്ടില്ല. ആ ലെറ്റർ പുറത്തുമില്ല. ഇപ്പൊ നോക്കൂ, BJP ഞങ്ങൾ വോട്ട് ചെയ്തു. BJPയുടെ കൈ കെട്ടിയിടാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറയുന്ന രാഷ്ട്രീയ നിലപാടിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ രാജിവെക്കണം. കൈകെട്ടി വേണ്ട. BJPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ രാജിവെക്കുന്നു. എന്നുകൊണ്ട് നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് രാജിവെപ്പിക്കാമല്ലോ. പുറത്താക്കി. അല്ല ഹാഷ്മി, എല്ലാം കൂടെ ഒന്ന് പറയും. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് BJPയുടെ കൈകെട്ടിടാവോ എന്ന് ചോദിക്കരുത്. എല്ലാം കൂടെ ഒന്ന് പറയും. അനുകൂലമായി ഞാൻ പറഞ്ഞത് പാർട്ടി ഒരു ഒഫീഷ്യൽ ലൈൻ സ്വീകരിക്കുന്നു. ശരി, ഞാൻ TP-യിലേക്കാണ് ഇടപെടലിന് ശേഷം. ജയേന്ദ്രമാഷ, ഇവിടെ എന്തൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും എന്താണ് 8-നേക്കാൾ വലുത് 10 ആ 10 സീറ്റ് കിട്ടിയ പാർട്ടിയുടെ പേര് CPM എന്നാണ്. ആ CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കോൺഗ്രസ്സുകാരിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് BJP പിന്തുണച്ചു, മറ്റൊരു കോൺഗ്രസ്സുകാരിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJP പിന്തുണച്ചു. അതല്ലേ ഇതിന്റെ നക്ഷൽ ആകത്തുക? TP ചന്ദ്രമാഷ്. ഹാഷ്മി, ഞാൻ ഇതുവരെ ഇതിനെ ന്യായീകരിക്കാൻ ഇരുന്നോ? ഇവിടെ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ കണക്ക് നോക്കിയിട്ടാണോ മത്സരിക്കാറ്? ഒരു സ്ഥാനാർത്ഥിയായി ഞങ്ങൾ മത്സരിക്കേണ്ടി വന്നു. അതോട് നിൽക്കട്ടെ. വസീഫിനോട് ദയവ് ചെയ്തു സഹിഷ്ണുത അല്പം കാണിക്കണമെന്ന് പറ. അദ്ദേഹം എൻ്റെ കണക്കിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അല്ല വസീഫെ,
ഒരു MP അല്ലേ നിങ്ങൾക്കുള്ളത്, ഒരു MP അല്ലേ ഞങ്ങൾക്കുള്ളത്? ഒരു കോർപ്പറേഷൻ അല്ലേ നിങ്ങൾ ഭരിക്കുന്നത്, ഒരു കോർപ്പറേഷൻ അല്ലേ ഞങ്ങൾ ഭരിക്കുന്നത്? ഇനി ശതമാനക്കണക്കാണോ ഇന്ത്യയിൽ നോക്കൽ? ജനാധിപത്യത്തിൽ വസീഫെ ശതമാനക്കണക്ക് നോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. വസീഫിൻ്റെ പാർട്ടിക്കാരോടൊന്ന് ചോദിക്കും. ലിസ്റ്റ് സമ്പ്രദായം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഞാനും റെഡിയാണ്. 14%, നിങ്ങളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. 14% വോട്ട് കിട്ടിയ ലിസ്റ്റ് സമ്പ്രദായത്തിൽ BJPക്ക് എത്ര MLA-മാരുണ്ടാവും എന്നറിയോ വസീഫിന്? ഇന്ത്യയിൽ 0.5% തൊട്ട് മുകളിലാണ് നിങ്ങളുടെ വോട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ MP-മാരെ കിട്ടുമോ? നിങ്ങളാണോ എന്താ ചിലയിടത്ത് ചില കണക്കും മറ്റൊരു കണക്കും പറഞ്ഞത്? പിന്നെ വസീഫ് മറ്റൊരു രാഷ്ട്രീയം പറഞ്ഞു. എന്താ? SDPI-യും മറ്റോരും ഒക്കെ. SDPI-കാരനും വെൽഫെയർ പാർട്ടിക്കാരനും ഒക്കെ മുമ്പ് പറഞ്ഞിട്ടില്ലേ വസീഫെ അവരുടെ ചെയ്തികളെ കുറിച്ച്? പിന്നെ കോൺഗ്രസ്സുകാരാണ് BJP-യിൽ വരുന്നത്. ആരായിരുന്നു വസീഫെ? അൽഫോൺസ് കണ്ണന്താനം. ആരായിരുന്നു വസീഫെ? AP അബ്ദുള്ള കുട്ടി. എത്ര പേരുടെ ഓഫീസാണ് BJP-യിലേക്ക് വന്നത്? ഇനി തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ BJPക്ക് അവിടെ അധികാരം കിട്ടുമോ? ഇതൊക്കെ നിങ്ങൾ തരാതരം പോലെ പറയുന്ന കാര്യങ്ങൾ. ഒരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കുക വസീഫെ, കേരളവും മാറുകയാണ്. നിങ്ങളുടെ പഴയ ഭീഷണിയും നിങ്ങളുടെ പഴയ ധിക്കാരവും ഒന്നും ഈ കേരളത്തിൽ നടപ്പിലാവില്ല. മത്സരിക്കുന്നതും ജയിക്കുന്നതും ഒക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. ഇനി ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ജനാധിപത്യ ഭരണക്രമത്തിൽ അവിടെ നടന്ന ജനപിന്തുണയ്ക്കൊപ്പം നിന്ന് BJP-യിൽ അർപ്പിതമായ കർത്തവ്യം ഞങ്ങൾ നിർവഹിച്ചു. ഞങ്ങളോട് സഹായം ചോദിച്ചു. കൈപ്പത്തിയെ ഉപേക്ഷിച്ചു വന്ന, അരിവാൾ ചുറ്റികയിൽ മത്സരിക്കാത്ത, അതിനെ രണ്ടിനെയും തോൽപ്പിക്കാൻ തയ്യാറായ ആളുകളോട് പിന്തുണ ചോദിച്ചു, വോട്ട് ചെയ്തു. അവരെ BJP ആകണമെന്നോ അംഗത്വം ചേർക്കണമെന്നോ പണം കൊടുക്കാനോ പണം വാങ്ങാനോ BJP തയ്യാറായിട്ടുണ്ടെങ്കിൽ ഹാഷ്മി അത് അധാർമികമാണ്, അരാഷ്ട്രീയമാണ്. ഓരോ ഓടി വെച്ച് കൊടുത്തതൊക്കെ അവിടെ കറക്കം കേൾക്കുന്നുണ്ട്. ആരോപണമായിരിക്കും, നമുക്കറിയില്ല. ഹാഷ്മിയുടെ വാട്സപ്പിലേക്ക് ഞാൻ വേറെ കുറെ ചരിത്രം അയച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കാം. നമ്മുടെ സമയം തീരെയാണ്, നമുക്ക് ഒരുപാട് ചരിത്രത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പക്ഷേ നമ്മൾ MP-മാരുടെയും ബാക്കി കാര്യം MLA-മാരുടെ കാര്യമോട് പറയണം. MLA-മാരുടെ കാര്യത്തിൽ CPM-ന് എത്ര BJPക്ക് എത്ര ഒന്നുകൂടി പറയണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ V. മുരളീധരൻ പെട്രോൾ വില വർധനയെ പറ്റി പറഞ്ഞ ആ ബൈറ്റ് പോലെ തോന്നും. എന്തായാലും നമുക്ക് നോക്കാം. കേവലം മറ്റത്തൂർ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് വരുന്ന മാസങ്ങളിലെ രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.